എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ അടിമാലിലാണുള്ളത്. അടിമാലിൽ ചെറുകുന്നേൽ നഴ്സറിയിൽ. അപ്പോൾ നമ്മുടെ ചെറുകുന്നേൽ നഴ്സറിയിൽ മാത്രമല്ല ഇന്ന് വിസിറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ചെറുകുന്നേൽ നഴ്സറിയുടെ 10 ഏക്കറോളം വരുന്ന ഫാം കൂടെ നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചെറുകുന്നേൽ നഴ്സറി ഫേമസ് ആയിട്ടും നമ്മുടെ മൾട്ടി റൂട്ട് ജാതി ഇതിലാണ് ഏറ്റവും നല്ല ഫേമസ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മൾട്ടി റൂട്ടിൻ്റെ ഒരു പ്രത്യേകത നമുക്കതെല്ലാം ഒന്ന് ഗോപിച്ചേട്ടനോട് ചോദിച്ച് എങ്ങനെ നടണം, ക്ലിയർ ചെയ്യണം, അതെല്ലാം ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഈ 10 ഏക്കറിലും മൾട്ടി റൂട്ട് കൃഷി ചെയ്തിരിക്കുന്നതും കൂടി നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഓരോ സംശയങ്ങളും ഇതിൽ നമ്മൾ ക്ലിയർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നഴ്സറി മാത്രം കാണുമ്പോഴാണല്ലോ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ വരുന്നത്. കാരണം മദർ പ്ലാന്റുകൾ നിൽക്കുന്ന ഈ 10 ഏക്കറോളം വരുന്ന സ്ഥലങ്ങളൊക്കെ പോയി ഇന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാക്സിമം വിഷ്വൽസും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറുകുന്നേൽ നഴ്സറിയിലെ ഈ ഒരു ഫാമിലോട്ട് പോവുകയും ചെയ്യാം. നമുക്ക് ആ വീഡിയോയിലോട്ട് പോയേക്കാം. നമസ്കാരം ഗോപിച്ചേട്ടാ. നമസ്കാരം. അപ്പോൾ നമ്മുടെ മൾട്ടി റൂട്ട് ജാതി തൈകളെ പറ്റിയാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നത്. അതെ അതെ. ചേട്ടൻ ഏകദേശം 10 ഏക്കർ 12 ഏക്കറോളം ഇപ്പോൾ ഫാമും കൂടെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാനല്ലേ? മൊത്തം 14 ഏക്കർ വരും മൊത്തം. നഴ്സറി ആൻഡ് അഗ്രികൾച്ചർ നഴ്സറി ഉൾപ്പെടെ 14 ഏക്കർ 14.5 ഏക്കറോളം വരും. അപ്പോൾ ഈ ഒരു ഫാം എന്ന് ഇട്ടതിൻ്റെ ഉദ്ദേശം ഈ മദർ പ്ലാന്റുകൾ ഉൽപ്പാദിപ്പിക്കാനാണോ? മദർ പ്ലാന്റുകൾ ഉണ്ട്, എല്ലാത്തിൻ്റെയും മദർ പ്ലാന്റ് ഉണ്ട്. റംബൂട്ടാന്, പിന്നെ നല്ല ഇനം കൊക്കോ, വലിയ ഒരു 3-4 കായ്ക്ക് 1 കിലോ പരിപ്പ് കിട്ടുന്ന കൊക്കോ ഉണ്ട്, അതുള്ളതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജാതിയാണ്. പിന്നെ കുരുമുളക്, നല്ല ഇനം കുരുമുളകുകളുണ്ട്, നല്ല തെങ്ങുണ്ട്. തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങ് 150 തെങ്ങ് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട് കായ്ക്കുന്നത്. ഇപ്പം നമ്മൾ വെറൈറ്റി ആയിട്ട് ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ജാതിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നഴ്സറിയിൽ പല തരത്തിലുള്ള ജാതി കായ്കളുണ്ട്, ജാതി മരങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ചെറുകുന്നേൽ നഴ്സറി ഫേമസ് ആയിരിക്കുന്നത് മൾട്ടി റൂട്ടാണ്. അപ്പോൾ ഇതിനെ പറ്റിയാണ് ശരിക്കും ക്ലിയർ ആവേണ്ടത്. മൾട്ടി റൂട്ട് ലോങ് എന്ന് പറയും, അതിൻ്റെ മാങ്ങാ ജാതി എന്നൊക്കെ പറയും. വലിയ നീളം കൂടിയ കായും വലിയ പത്രയും വലിയ കായും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വെറൈറ്റി ജാതിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. കാര്യം പല വെറൈറ്റി ജാതികളിലൂടെ ഞങ്ങൾ ഇതുവരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ചെയ്യുന്നത് ഈ പുതിയ ഇനം വലിയ കായും പത്രയുള്ള മൾട്ടി റൂട്ട് 2, 3, 4, 5 മരങ്ങളെ ജോയിൻ്റ് ചെയ്തിട്ടാണ് ബഡ് ചെയ്യുന്നത്. ആ ജോയിൻ്റ് ചെയ്യുന്നതിനാണ്, അങ്ങനെയുള്ള മരങ്ങൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കുന്നതിനാണ് മൾട്ടി റൂട്ട് എന്ന് പറയുന്നത്. എന്നാലും നമുക്കൊരു ലഘു വിവരണം എന്ന രീതിയിൽ നമ്മുടെ കർഷകർക്ക് വേണ്ടി പറയാം, എങ്ങനെയാണ് ഈ ഒരു മൾട്ടി റൂട്ട് എന്നൊരു മൾട്ടി റൂട്ട് എന്നുള്ള ആശയം വരാൻ തന്നെ കാരണം, എനിക്കുണ്ടാകാൻ തന്നെ കാരണം ഒരു 10-15 വർഷമായി ഇപ്പോൾ ഞങ്ങൾ ഈ മൾട്ടി റൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ജാതി മരങ്ങൾ കടപുഴകി വീണ് പോകുന്നുണ്ട് ആയിരക്കണക്കിന്. അതൊക്കെ നമ്മുടെ കേരളം മുഴുവൻ ഉണ്ട് ഈ കാറ്റുള്ള സമയത്ത്. നാടൻ ജാതിക്ക് തായ്വേര് കുറവാണ്. അപ്പോൾ തായ്വേര് കുറവായതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ ആൾക്കാർ നടന്ന് ഒത്തിരി താത്തി ജാതി നടാറില്ല. എല്ലാവരും ഒരു നിശ്ചയ 1 അടി കൂടുതലും താത്തി നടാറില്ല. അപ്പോൾ ആഴത്തിൽ നടാത്തതിൻ്റെ ഭാഗമായിട്ടും മരം മറിയാൻ സാധ്യത കൂടും. അപ്പോൾ അങ്ങനെയുള്ള നാടൻ ജാതിക്ക് തായ്വേര് കുറവായതുകൊണ്ട് 2 അടി കനത്തിലേ വേരുള്ളൂ. നല്ല ശക്തമായ കാറ്റ് പിടിച്ചാൽ മഴക്കാലത്ത് നല്ല കായുള്ള മരങ്ങൾ വീണു പോകും. കാരണം ടണ്ണുകൾ വെയിറ്റ് ഉണ്ടാവും മുകളിൽ നല്ല കായുള്ള മരങ്ങൾ. ശക്തമായിട്ട് കാറ്റ് പിടിച്ച് മരം ഒന്ന് ഒലഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചരിഞ്ഞാൽ പിന്നെ നിവർന്ന് വരില്ല, വീണു പോകും. അപ്പം അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞങ്ങളുടെയും മരം പണ്ട് പോയിട്ടുള്ളത് അങ്ങനെ. അപ്പോൾ അതിനെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്താൻ ഊന്നിട്ട് കെട്ടിയും വടമിട്ട് കെട്ടിയൊക്കെയാണ് കൃഷിക്കാരെ അതിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. അത് അതിനൊരു തായ്വേര് കൂടിയ മരങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ ഒപ്പം നട്ടുപിടിപ്പിച്ച് ജോയിൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ നോക്കിയത്. അങ്ങനെയാണ് കാട്ടുജാതി മരം, കാട്ടുജാതിയുടെ തൈകൾ നാടൻ ജാതിയുടെ ഒപ്പം നട്ടുപിടിപ്പിച്ച് അപ്രോച്ച് ഗ്രാഫ്റ്റ് കഴിഞ്ഞ് മരങ്ങൾ തമ്മിൽ ചെത്തിയിട്ട് വരിഞ്ഞ് മുറുക്കി കെട്ടിവെക്കും. 2 മരങ്ങളും ചെത്തി 2, 3, 4, 5 തൈകൾ ഞങ്ങളങ്ങ് ജോയിൻ്റ് ചെയ്യുന്നുണ്ട്. 12 മരങ്ങൾ വരെ ഞാനിങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും ആവശ്യമില്ല. ഒരു 2, 3, 4 ധാരാളം മതി.
അപ്പം ഇങ്ങനെയുള്ള മരങ്ങൾ അപ്രോച്ച് ഗ്രാഫ്റ്റ് വഴി ഇങ്ങനെ മരങ്ങൾ ചെത്തിയിട്ട് ചേർത്ത് വരിഞ്ഞ് മുറുക്കി കെട്ടി കുറച്ച് നാളുകളിരുന്ന് ഒരു മാസങ്ങളിരിക്കുമ്പോൾ ഈ മരങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിച്ച് ഒറ്റത്തടി പോലെയാവും ആ ജോയിൻറ്റ്. അങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒറ്റത്തടി ആയി കഴിയുമ്പോൾ ആ ജോയിൻ്റ് ആയി കഴിയുമ്പോൾ നടുക്കം നിൽക്കുന്ന ഒരെണ്ണം നിർത്തിയിട്ട് മറ്റുള്ളതിൻ്റെയൊക്കെ തലയ്ക്കും കട്ട് ചെയ്ത് കളയും. അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ കാട്ടുജാതിയുടെ വേരുകളെല്ലാം ശേഖരിച്ച് കൊണ്ടിരുന്ന മൂലകങ്ങൾ മുഴുവൻ നടുക്ക് നിൽക്കുന്ന മറ്റേ നാടൻ ജാതിക്ക് കിട്ടും. അപ്പോൾ നാടൻ ജാതിക്ക് ആരോഗ്യം കൂടും, കരുത്ത് കൂടി നല്ല തഴച്ച് വളരും. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ ചെയ്യണത് പിന്നെയാണ് അതിൻ്റെ ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് അതിൻ്റെ ആണും പെണ്ണും ഉണ്ടല്ലോ ജാതിയിൽ, അതിൽ പെൺമരങ്ങളുടെ നല്ല ഇനം പത്രിക്കനം കൂടിയ നല്ല ഇനം ജാതിയുടെ ബഡ് കമ്പ് ശേഖരിച്ച് അത് എടുത്തു കൊണ്ടുവന്ന് അത് അതിൻ്റെ ബഡ് എടുത്ത് അതിൻ്റെ കണ്ണ് എടുത്ത് ബഡ് ചെയ്താണ് ഈ തൈ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി ജാതിയാണ് മൾട്ടി റൂട്ട് ലോങ്. ലോങ് എന്ന് പറഞ്ഞാൽ നീളം കൂടിയ കായ്, മാങ്ങ പോലത്തെ സേലം മാങ്ങ പോലെ ഈ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ. അപ്പോൾ ഇത് കണ്ടു, ഇതിൻ്റെ കായ ഉണ്ട്, ഈ കായ ഇത് കണ്ടു, ഇതിൻ്റെ കായയുടെ അറ്റം കണ്ടു ചെറുതായിട്ട് ഒന്ന് വളഞ്ഞ് ചുണ്ടുള്ള കായാണ് ഇതെല്ലാം കണ്ടത് നിറച്ച് കായകൾ. അപ്പോൾ ഇതൊക്കെ മരം നട്ടിട്ട് 2.5 കൊല്ലമേ ഉള്ളൂ, 3 വർഷം തികച്ചായില്ല. പക്ഷേ ഒരുവിധം വലിയ തയ്യാണ് നട്ടത്. പക്ഷേ നട്ട് 1 കൊല്ലം കഴിഞ്ഞത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ എല്ലാ തലയ്ക്കും മുറിച്ചെടുക്കുകയാണ് ബഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ തലയ്ക്ക് അങ്ങനെ മുറിച്ചെടുത്താണ് ബഡ് ചെയ്താണ് ആയിരക്കണക്കിന് തൈ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കേരളം മുഴുവൻ, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര വരെ ഉള്ളവിടുന്ന് ഓർഡർ ചെയ്യാൻ കൊണ്ട് ഞങ്ങൾ തൈ ഒത്തിരി അങ്ങനെ ആയിരക്കണക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ള ബഡ് കമ്പ് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ 10-12 ഏക്കറിൽ ഈ മദർ പ്ലാന്റ് പിടിപ്പിച്ചിട്ടുള്ളത്. ഗോപിച്ചേട്ടാ, ഈ ബഡ് ചെയ്യുമ്പോൾ സാധാരണ രീതി ബഡ് ചെയ്യല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത എന്താണ്? മറ്റ് ജാതികളൊക്കെ മറ്റ് ജാതികൾ എന്ന് പറയുമ്പോൾ എല്ലാം സാധാരണ ഒരു സിംഗിൾ തണ്ടയിലാണ് ബഡ് ചെയ്യുന്നത്. സിംഗിൾ തണ്ടയിൽ കാട്ടുജാതിയിൽ ഒരു സിംഗിൾ കാട്ടുജാതിയുടെ തയ്യ ചെയ്യും, അല്ലെങ്കിൽ ഒരു നാടൻ ജാതിയുടെ തയ്യ ചെയ്യും, അങ്ങനെ ചെയ്യും. ഇതങ്ങനെ 2 തരം മരങ്ങൾ ഒരുമിച്ച് നട്ട് വളർത്തി ഇട്ടാണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് വഴി മരങ്ങൾ ജോയിൻ്റ് ചെയ്യണത്. അങ്ങനെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം മരങ്ങൾ ജോയിൻ്റ് ആയി കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 എണ്ണം മറ്റുള്ള എല്ലാം തല കട്ട് ചെയ്തിട്ട് 1 എണ്ണം മാത്രം നിർത്തും. 1 എണ്ണം നിർത്തി കഴിയുമ്പോൾ ചോട് കണ്ടിട്ട് 4, 3, 4, 5 ആയിരിക്കും. ചോട് ആലിൻ്റെ ചോട് പോലെ നിൽക്കും. എന്നാൽ ആഴത്തിൽ വേരോട്ടം കിട്ടും, പ്രതിരോധശേഷി കൂടും, കായ്ഫലം കൂടും, ആയുസ് കൂടും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഈ ജാതിക്കുണ്ട്. അപ്പോൾ ഇതിന് ആരോഗ്യം കൂടുമ്പോൾ കായ്ഫലം കൂടും. അതിന് എങ്ങനെയാണല്ലോ, ആരോഗ്യം കൂടുമ്പോഴേ രോഗങ്ങളും കുറയും. പിന്നെ ഈ ജാതി നടുമ്പോൾ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അപ്രോച്ച് ഗ്രാഫ്റ്റ് വഴി മരങ്ങൾ ജോയിൻ്റ് ആക്കിയതിന് ശേഷം ബഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല ഇനം ജാതി ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ഈ മാങ്ങാ ജാതി എന്നൊക്കെ പറയുന്നത് ഈ മൾട്ടി റൂട്ട് ലോങ് എന്ന് പറയുന്നത് നീളം കൂടിയ കായാണ്ട ലോങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ തരം വെറൈറ്റികളാണ് ഞങ്ങൾ ഇതിൽ ബഡ് ചെയ്യുന്നത്. കായ കിടക്കുന്ന നോക്കി നിറച്ച് കായുണ്ട്. ഇപ്പോൾ നട്ടിട്ട് 2.5 കൊല്ലം 3 കൊല്ലം ആവണേ ഉള്ളൂ. അതുകൊണ്ട് കുറേ ഒരു ഞെട്ടിൽ 2ഉം 3ഉം വെച്ചും ഉണ്ടാവണ വരെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ വെറൈറ്റിയുടെ തലയ്ക്കും മുറിച്ചാണ് ബഡ് ചെയ്യുന്നത്. ആ തലയ്ക്കും മുറിച്ച് ബഡ് ചെയ്യാൻ കാരണം തല മുറിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കാമുളപ്പിച്ച തൈ പോലെ തന്നെ നല്ല ശക്തമായിട്ട് വളരും. തൈ നട്ടാൽ 1-1.5 കൊല്ലം കൊണ്ട് തന്നെ കായ സ്റ്റാർട്ട് ചെയ്യും. 2 വർഷത്തിനകം എന്തായാലും കായ സ്റ്റാർട്ട് ചെയ്യും. കായ്ക്കുന്ന പറയുന്ന തല ബഡ് മുറിച്ചെടുക്കുന്നു. ഈ ഒരു 2 അല്ലെങ്കിൽ അതിലധികം റൂട്ടുകൾ, അതായത് കാട്ടുജാതി അല്ലെങ്കിൽ നാടൻ ജാതി എല്ലാം ചേർത്ത് ബഡ് ചെയ്യുന്നത് കൊണ്ടാണോ അതിന്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു 3 വർഷമായപ്പോൾ ഇത്രയും കൊലകൊത്തി കായകളുണ്ട്? അത് മരത്തിന് ആരോഗ്യം കൂടുതലുണ്ട്. പിന്നെ വെറൈറ്റി നല്ലതാണ്. ഇപ്പം എങ്ങനെ ചെയ്താൽ പോലും, എങ്ങനെ മൾട്ടി റൂട്ട് ചെയ്താൽ പോലും അതിൽ ബഡ് ചെയ്യുന്നത് നല്ല വെറൈറ്റി ആയിരിക്കണം. നല്ല വെറൈറ്റി കായ്ക്ക് മാത്രം വലുപ്പം പറയാം, പത്രിക്ക് കട്ടി കൂടുതൽ വേണം. ഇത് നല്ല പത്രിക്കനം കൂടി ജാതിയാണ്. ഈ പത്രി എന്ന് പറഞ്ഞാൽ ഒരു 300-325 പത്രി ഉണങ്ങിയ 1 കിലോയാണ്. 70 മുതൽ 80 കായ ഉണങ്ങിയാൽ 1 കിലോ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ കച്ചവടക്കാരൻ ജംബോ ജാതി എന്നൊക്കെ പറയും. കാരണം വലിയ കായും വലിയ പത്രിയും. അപ്പോൾ നമുക്കാണെങ്കിലും ആ പത്രിക്കും കായ്ക്കും വില കൂടുതൽ കിട്ടും. സാധാരണ പത്രത്തിൽ കാണിക്കുന്ന വിലയേക്കാൾ 250-300 രൂപ കിലോയ്ക്ക് ഇതിന് കൂടുതൽ കിട്ടും. കൂടുതൽ കിട്ടും. അതിന് കാരണം ഫ്ലവറാണ്. പത്രത്തിലാണ് ജാതിക്കായുടെ വില പറയും, ജാതിപത്രിയുടെ വില പറയും. അത് കഴിഞ്ഞ് ജാതിപത്രി ഫ്ലവർ എന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുക്കുന്നുണ്ട്. ആ ഫ്ലവറാണ് ഇത്, ആ വെറൈറ്റിയാണിത്. അപ്പോൾ അങ്ങനെ ഫ്ലവറാകുമ്പോൾ വലിയ വില കിട്ടും, നല്ല വില കിട്ടും, കൃഷിക്കാർക്ക് കൃഷി ലാഭത്തിലാവും. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ജാതി നടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പല മരങ്ങൾ ജോയിൻ ചെയ്തിട്ട് ബഡ് ചെയ്യുന്നു. കാറ്റത്ത് കടപുഴകി വീണ് പോകാതിരിക്കാൻ ആഴത്തിൽ കുഴിയെടുത്ത് തൈ നടണം. അതിൻ്റെ 4ക്ക് 4 കുഴിയാണ് ഞങ്ങളുടെ രീതി. ഞങ്ങൾ നടാൻ പറയുന്നത് 4 അടി ചുറ്റളവിൽ 4 അടി താഴ്ച കുഴിയെടുത്ത് അതിനകത്തൊരു 2-3 പാട്ട ചാണകപ്പൊടി, ഒരു 25-30 കിലോ വരെ ജൈവ വളം ഇട്ട് 4 വശം ഇടിച്ചിട്ട് കുഴി പകുതി മൂടണം. പകുതി മൂടിയിട്ട് ആ മണ്ണും വളവും കൊണ്ട് നല്ലോണം തൂമ്പയ്ക്ക് കൊത്തി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ പകുതി മൂടി ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ നടുക്ക് 1 അടി 1 അടി താത്തി പിള്ളക്കുഴി വകഞ്ഞുണ്ടാക്കും നടുക്ക്.
അതിലേക്ക് ഇറക്കി വെച്ചാണ് തൈ നടുന്നത്. ആ പോളിബാഗിലെ തൈ അതിൽ ഇറക്കി വെക്കുന്നതിന് മുമ്പ് കരക്കി വെച്ച് ചരിച്ച് പിടിച്ചിട്ട് കൂടിൻ്റെ അടിവശം ആദ്യം എടുത്ത് കളയണം വരഞ്ഞ്. എന്നിട്ട് ബാക്കിയുള്ള കവറ് കീറി കളയാതെ തന്നെ പിള്ളക്കുഴിയിലോട്ട് ആ കവറോട് കൂടി ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് കത്തിക്ക് ഇങ്ങനെ കീറിയിട്ട് പൊളിച്ച് കളയണം ആ കവർ വെച്ചുകൊണ്ട് മണ്ണിട്ട് മൂടരുത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാരണം പറഞ്ഞാൽ കൂട്ടിലെ മണ്ണ് ഇളകി പോകാതിരിക്കാനാണ് അടിവശം കൂടെടുത്ത് കഴിഞ്ഞ് കൂട്ടിലെ ബാക്കിയുള്ള കവറോട് കൂടി പിള്ളക്കുഴിയിൽ ഇറക്കി വെക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം കത്തിക്ക് മുകളിലോട്ട് ഇങ്ങനെ കീറിയിട്ട് പൊളിച്ചേ കളയാവും. അതിനുശേഷം വളവും മണ്ണും മിക്സ് ചെയ്തത് ചേർത്തടിപ്പിച്ച് ചവിട്ടി ഉറപ്പിക്കണം. കൂട്ടിലെ മണ്ണിൽ ചവിട്ട് കൊള്ളാതെ സൈഡൊക്കെ ചവിട്ടി ഉറപ്പിച്ച് അതിൻ്റെ മൾട്ടിറൂട്ട് മരങ്ങളുടെ ജോയിൻ്റ് അല്പം കാണാൻ പാകത്തിന് മണ്ണിട്ടാൽ മതി. അത്ര മണ്ണിട്ട് കഴിയുമ്പോൾ കുഴി പകുതിയെ മൂടുള്ളൂ. പകുതി കുഴി മൂടാതെ കിടക്കും. അത് 2-3-4 കൊല്ലം കൊണ്ട് കുറേശ്ശെ ഇടിച്ചിട്ട് വളം ഇടുന്നതനുസരിച്ച് കുറേശ്ശെ ഇട്ടിട്ട് കയറി നികത്തി വന്നാൽ മതി. ആ മണ്ണ് നികന്ന് വരുന്നതനുസരിച്ച് വേരുകൾ ഇങ്ങനെ നിറച്ചുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം മരം നല്ല ഹെൽത്തി ആവും. ഇങ്ങനെ കുഴിയായിട്ട് തന്നെ ഇപ്പം തന്നെ ഈ തൈ നട്ട് 3ാമത്തെ കൊല്ലമാണ്. പക്ഷേ കുഴി ഇപ്പോഴും ഒരു കാൽഭാഗത്തെ കൂടുതൽ ഇനിയും മൂടാൻ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ആഴത്തിൽ നിൽക്കുന്നുള്ള ഗുണം ഇതിന് ആഴത്തിൽ വേരോട്ടം കിട്ടുവാണ്. മരം നല്ല ശക്തമായിട്ട് തഴച്ചു വളരും. വേനക്ക് ഈ നനച്ചാൽ നനവ് നിൽക്കും. നനവിനകത്ത് വെളിയിൽ പോവില്ല. ഇടുന്ന വളം വെളിയിലേക്ക് ഒഴുകി പോവില്ല. അപ്പം അങ്ങനെയുള്ള പല പല ഗുണങ്ങൾ ഇതിനുണ്ട്. ആഴത്തിൽ വേരോട്ടം കിട്ടണം. തൈ നടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആഴത്തിൽ കുഴിയെടുത്ത് വേണം നടാൻ. ചേട്ടാ, നടിയൽ രീതി എങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ കുഴിയെടുക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ വേനൽ മഴ 2 കാലാവസ്ഥയുണ്ടല്ലോ, മഴക്കാലവും വേനൽക്കാലവും. ഈ രണ്ടും നമുക്ക് ജാതിത്തൈ പിടിച്ചു വെക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? ഏത് ജാതിയാണെങ്കിലും ജാതി എന്നല്ല, ഏത് വൃക്ഷങ്ങൾ ഏത് തൈകൾ നട്ടാലും നല്ല നനയും വളവും കൊടുക്കണം. വേനയ്ക്ക് ചെറിയൊരു തണൽ കിട്ടിയാൽ നല്ല. എല്ലാത്തിനും തണൽ ആവശ്യമില്ല, പക്ഷേ ജാതിക്ക് തണൽ ചെറുത് ആവശ്യമാണ്. ഒരു 25-30% തണൽ ജാതിക്കുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട ഉണക്കിൽ നിന്ന് രക്ഷപ്പെടും, ചെറിയ ചോട്ടിൽ നനയും കൊടുത്താൽ. അപ്പോൾ അത് ഇല പുള്ളി പോകാതിരിക്കും. ഇക്കൊല്ലത്തെ വരൾച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര വരൾച്ചയായി പോയല്ലോ ഈ പ്രാവശ്യം. അപ്പോൾ ഈ വരൾച്ച കൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ 30-40 കൊല്ലം പഴക്കമുള്ള മരങ്ങൾ വരെ, ജാതി മരങ്ങൾ വരെ ഒരുപാട് ഉണങ്ങിപ്പോയിട്ടുണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം. അത് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ നിന്നൊക്കെ പരമാവധി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു 25-30% തണൽ കിട്ടത്തക്ക രീതിയിൽ ഇടവിള കൃഷി ചെയ്യണം. എന്ന് വെച്ചാൽ കമുക് അല്ലെങ്കിൽ തെങ്ങ് ഇത് വെച്ചിട്ട് അതിനിടയ്ക്ക് ജാതി കൃഷി ചെയ്താൽ നല്ല ഇതായിരിക്കും. പിന്നെ നനയ്ക്കുന്ന ഞാൻ പറയാം, ഇതിപ്പോൾ കണ്ടു നമ്മൾ സ്പ്രിംഗ്ലർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാൻപവർ കുറയ്ക്കാം, ആളുകളുടെ എണ്ണം കുറയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ 10 ഏക്കറിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് 2 പേരേ ഉള്ളൂ. കാരണം ഇവിടെ 10-12 പണിക്കാർ വളർന്നുകൊണ്ടിരുന്ന നനയ്ക്കൽ സിസ്റ്റം മുഴുവൻ ഓസ് വലിച്ചുകൊണ്ട് വന്നാൽ അതിൽ ഒരുപാട് പണിക്കൂലി വരുന്നു. അപ്പോൾ ഞങ്ങളത് മുഴുവൻ ഈ ഓസ് ഇങ്ങനെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ഓസ് കൊടുത്തിട്ട് വലിയ പടതാക്കുളം ഉണ്ടാക്കി 2 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന കുളമുണ്ട്. അതിലേക്ക് വെള്ളം നിറച്ചിട്ട് അതിന് സ്പ്രിംഗ്ലർ കൊടുത്തിരിക്കുകയാണ് മൊത്തം. അപ്പോൾ ഈ സ്പ്രിംഗ്ലർ ഇങ്ങനെ കൃത്രിമ മഴ പെയ്യും പോലെ വേനൊക്കെ നനഞ്ഞുകൊണ്ടിരുന്നാലും നല്ല മഴക്കാലത്ത് നിൽക്കും പോലെയാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ പറമ്പിൽ. അപ്പോൾ അത് ആ നന അങ്ങനെ ചോട്ടിലേക്ക് ഓരോ ജാതിയുടെയും ചോട്ടിലേക്ക് പ്രത്യേകം നന കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചോട് കണ്ടില്ലേ, കുഴി ഒരു 6 അടി 7 അടി ചുറ്റളവ് 8 അടി വരെ ചുറ്റളവ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഈ കുഴി ഇപ്പോഴും ഒരു കാൽഭാഗം മൂടാതെ കിടക്കുവാണ് ഈ കുഴി. അപ്പോൾ ആ കുഴിയിലോട്ട് നമ്മൾ ഈ സ്പ്രിംഗ്ലറിൽ വെള്ളം ഓരോന്നിൻ്റെയും ചോട്ടിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ചോട്ടിൽ ഇത് കൂടാതെ മഴ പെയ്യും പോലെ വേറെ ഇടയെല്ലാം നനയാനായിട്ട് ഇടയ്ക്കെല്ലാം മറ്റേ കമുക്, കൊക്കോ, മറ്റേ കുരുമുളക് ഇങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട്. അതിനെല്ലാം ഉണക്കേക്കാതിരിക്കാൻ സ്പ്രിംഗ്ലർ അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. ഓരോ ജാതിക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത്. കാരണം ഒരു 10 മിനിറ്റ് സമയം, എന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഒരു 50 ലിറ്റർ വെള്ളം, 75 ലിറ്റർ വെള്ളം വരെ വരും 10 മിനിറ്റ് കൊണ്ട് ഈ ഒരൊറ്റ സ്പ്രിംഗ്ലറിനകത്ത്. അപ്പോൾ അത്ര ശക്തമായിട്ടാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഈ നന കിട്ടുന്നതുകൊണ്ടുള്ള വേനക്ക് നല്ലതുപോലെ പിടിച്ച് നിൽക്കാൻ പറ്റും. സ്പ്രിംഗ്ലർ കൊടുത്തേക്കെന്ന് വെച്ചാൽ ഇത് നമ്മൾ ജാതിയുടെ ചോട്ടിലേക്ക് അഡീഷണൽ ആയിട്ട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ജാതിയുടെ ചോട്ടിൽ കണ്ടോ, ഏറ്റവും താഴെ സെപ്പറേറ്റ് ആയിട്ട് അത് ആ കുഴിയുടെ ആ 6 അടി 8 അടി ചുറ്റളവിനകത്ത് മാത്രമാണ് ആ വെള്ളം വീഴുന്നത്. ആ വെള്ളം വെളിയിൽ പോവില്ല. എന്നാൽ മറ്റുള്ള ചെടികൾക്ക് തെങ്ങും തൈ നിൽപ്പുണ്ട്, മറ്റേ കൊക്കോയെ, കമുകും തൈ അങ്ങനെയുള്ള ഇടവിളയായിട്ടുണ്ട്. അപ്പോൾ ആ ഇടവിള എന്ന് പറഞ്ഞാൽ ജാതിക്ക് ചെറിയ തണലും കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇതുപോലെ വാഴക്കൊല നിൽക്കും, നല്ല കൊലകളുണ്ട്, ഇഷ്ടംപോലെ കൊലകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കൊലകളെല്ലാം കിട്ടുന്നതിന് കാരണം ഇതിന് ഈ വേനക്ക് പോലും ഇത്ര ഉണക്കുണ്ടായിട്ടും ഈ ഇട മുഴുവൻ ഇങ്ങനെ സ്പ്രിംഗ്ലറിൽ നനയ്ക്കുന്നതുകൊണ്ടാണ് അതിനെല്ലാം വാഴക്കൊല നന്നാവുന്നുണ്ട്. മറ്റു ചെടികൾക്കൊന്നും ക്ഷീണമൊന്നുമില്ല. ഈ പറമ്പ് മുഴുവൻ നനയ്ക്കണം. പറമ്പ് മുഴുവൻ നല്ല വർഷക്കാലത്ത് ചെടികൾ വളരും പോലെയാണ് ഞങ്ങളുടെ ഈ പറമ്പിൽ വരുന്നത്. കാരണം അത് അതുപോലെ നന കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇത്രയും വലിയ ഉണക്കുണ്ടായിട്ടും ഉണക്ക് ഇവിടെ ഏറ്റില്ല. ഉണക്കാത്തതിൻ്റെ കാരണം ഈ സിസ്റ്റം ചെയ്തുകൊണ്ടാണ്. പിന്നെ വെള്ളം ആവശ്യത്തിന് വേണം. പക്ഷേ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം ചെടികൾ സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് തൈകൾ കൂടുതൽ വേനക്കുണ്ടാകുന്ന കായകൾ പൂക്കളും കുറേ കായായി മാറും. കുറേ ഗുണങ്ങൾ അങ്ങനെയുണ്ട്.
പിന്നെ മാൻ പവർ അത്രയും പണിക്കാരുടെ എണ്ണം കുറയ്ക്കാം. അത് അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുവാണെങ്കിൽ കൃഷി നല്ല ലാഭത്തിലാക്കാൻ പറ്റും. ഇനി നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഏത് ജാതി തൈകളായിക്കോട്ടെ, ഏത് തൈകളായിക്കോട്ടെ, നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമ്മുടെ കർഷകരാണെങ്കിലും അവരുടെ തോട്ടത്തിലേക്ക് കൊണ്ട് വയ്ക്കുമ്പോൾ അത് ഭൂരിഭാഗവും പേരും പറയുന്ന കേട്ടിട്ടുണ്ട്, നശിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ടെന്ന്. ഒന്നെങ്കിൽ അഴുകിപ്പോവും, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അത് പല സ്ഥലത്തു നിന്ന് കൊണ്ടുപോകണോ അല്ലേ പറയുന്നത്? അപ്പോൾ അങ്ങനെ നഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോൾ, അപ്പോൾ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ മൾട്ടി റൂട്ട് ജാതിയാണല്ലോ ഇത്, കൃത്യമായി സംരക്ഷിച്ച് വാങ്ങിക്കുന്ന ഒരു കർഷകന് ഒരു തൈ പോലും നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ പോകില്ലെന്നേ. ഇതെങ്ങനെ മൾട്ടി റൂട്ട് ജാതിക്ക് മറ്റു തൈകളെ പോലെയല്ല, അതിനേക്കാളും പ്രതിരോധശേഷി കൂടുതലതിന്. ഇത് 2-3 മരങ്ങൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് ബഡ് ചെയ്യുന്നത്. ഈ തൈകൾക്ക് ആരോഗ്യം കൂടുതലുണ്ടാവും. അത് തന്നെയല്ല, അതിന് പരിചരണം മാത്രം കൊടുത്താൽ മതി. ഇത് മൾട്ടി റൂട്ടാണ്, അതുകൊണ്ട് ഒന്നും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഏലത്തുകൊണ്ട് നട്ടു വെച്ചേക്കരുത്. അങ്ങനെ കൊണ്ട് നട്ടു വെച്ചാൽ തൈകൾ കേടുവരും. ഒരു 25-30% തണൽ ജാതിക്ക് വേണം. ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ആഴത്തിൽ കുഴി 4 കുഴി തൈ നടുമ്പോൾ പകുതിയെ മൂടാവുള്ളൂ, പകുതി കുഴി മൂടാതെ കിടക്കണം. ഇപ്പോൾ നമ്മളെ തൊട്ട് മുമ്പ് നമ്മൾ ആ കുഴി കാണിച്ചിട്ടുണ്ട്. ഇപ്പം നട്ട് 3 കൊല്ലമായിട്ടും കുഴിയുടെ കാൽഭാഗം മൂടാതെ കിടക്കുക. തന്നെയല്ല, പിന്നെ കുഴിക്കകത്തേക്ക് വെള്ളം മഴക്കാലത്ത് ഒഴുകി കയറാതെ ചുറ്റും വരമ്പ് പോലെ വകഞ്ഞ് വെച്ചാൽ മതി. കുഴിയിലേക്ക് ആ പെയ്ത്ത് വെള്ളം മാത്രമേ വീഴുള്ളൂ. പെയ്ത്ത് വെള്ളം അപ്പം വലിഞ്ഞു പൊക്കോളും. പിന്നെ വേറെ കാര്യമുള്ളത്, ഇനി വലിയ 4 കുഴി എടുക്കാൻ പറഞ്ഞ് ഉറവയുള്ള സ്ഥലത്തൊന്നും പോയി അങ്ങനെ കുഴി എടുത്ത് തൈ നട്ടാൽ തൈ ഉണങ്ങിപ്പോവും, ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഉറവയുള്ള നല്ല താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ കൂന പോലെ ഒരു 5-8 അടി 10 അടി ചുറ്റളവിൽ കൂന ഒരു 3 അടി പൊക്കത്തിൽ കൂന പോലെ റൗണ്ടിൽ വണ്ണം വെട്ടിക്കൂട്ടിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു 2 അടി താഴ്ചയിൽ കുഴി എടുത്തിട്ട് അതിൽ തൈ നട്ടാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല കരുതൽ വളരും. വെള്ളം നേർവാർച്ച കിട്ടിയാൽ മതി. ഈ മഴക്കാലത്തും അതുപോലെ വേനൽക്കാലത്തൊക്കെ പ്രധാന വെല്ലുവിളിയാണ് ഈ രോഗങ്ങൾ. അപ്പോൾ ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ 2 കാലാവസ്ഥകളിലും? രോഗങ്ങളെന്ന് പറഞ്ഞാൽ വേനക്ക് രോഗങ്ങളല്ല, വേനക്ക് ഉണക്കായേക്കുന്നത്. വേനക്ക് ഉണക്കാക്കാതെ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സ്പ്രിങ്ക്ലർ സിസ്റ്റം ചെയ്യുവാണെങ്കിൽ ഒത്തിരി എളുപ്പമുണ്ട്. ആ മാൻ പവർ അത്രയും കുറച്ച്, അത്ര ആളുകളുടെ എണ്ണം കുറയ്ക്കാം. ഇന്നത്തെ കാലത്ത് പണിക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കൂലി ചെലവ് കൂടുതലാണ്. അപ്പോൾ ആ കൂലി ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ സ്പ്രിങ്ക്ലർ സിസ്റ്റം നമ്മൾ ചെയ്താൽ മതി. ഒരു കുളത്തിലോട്ട് വെള്ളം ശേഖരിച്ചതിന് ശേഷം അതിൽ നിന്നൊരു മോട്ടറും കൂടെ വെച്ച് ഇതിലേക്ക് ഈ സ്പ്രിങ്ക്ലറിലേക്ക് കൊടുക്കുമ്പോൾ നല്ല ശക്തമായിട്ടൊരു 10-100 സ്പ്രിങ്ക്ലറൊക്കെ ഒരേ സമയത്ത് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും, വെള്ള സൗകര്യമൊക്കെ ഉള്ളവർ. പിന്നെയുള്ള രോഗം എന്ന് മഴക്കാലം ആകുമ്പോൾ ഇതിന് ഈ കുമിൾ രോഗം ഉണ്ടാവും. കുമിൾ രോഗം വളരെ കുറവാണ്. മറ്റ് കൃഷികളെ അപേക്ഷിച്ച് ജാതിക്ക് രോഗങ്ങൾ കുറവാണ്. എന്നാൽ ജാതി നല്ല ആദായം കിട്ടുന്ന കൃഷിയാണ്. 100, 150, 200 കൊല്ലം ആയുസ്സുള്ള മരമാണ്. അതല്ല ആഢ്യത്വമുള്ള ഒരു വൃക്ഷമാണ് ജാതി. അപ്പോൾ അതുകൊണ്ട് ജാതി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ തലമുറകളാണ്. തലമുറകൾ വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ ഉണങ്ങിപ്പോകാതെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കാലത്തും മക്കളുടെ കാലത്തും അവരുടെ മക്കളുടെ കാലത്തും ഇതിൻ്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അതിനാണ് ഈ ഇടയ്ക്ക് നമ്മളൊരു ഇടവിള കൃഷി ഇതിൽ നിന്നും കൂടെ വരുമാനം കിട്ടാൻ വേണ്ടിയാണ് കമുക് കൃഷി ചെയ്താൽ വളരെ നല്ല. ജാതി തമ്മിൽ ശരാശരി ഒരു 25-30 അടി വരെ 28-30 അടി വരെ അകലത്തിൽ നട്ടാൽ വളരെ നല്ലതാണ് ജാതി. അപ്പോൾ അങ്ങനെ അകലത്തിൽ നടുമ്പോൾ ഇപ്പോൾ 30 അടി അല്ലെങ്കിൽ 28 അടി അകലം 2 ജാതികൾ തമ്മിലുണ്ടെങ്കിൽ അതിനിടയ്ക്ക് 2 നിര കമുക് വയ്ക്കാം. 2 നിര ഒരു 8 അടി 10 അടി അകലം കണക്കാക്കി 2 നിര കമുക് വെച്ചാൽ 25% തണൽ ജാതിക്ക് കൃത്യമായി കിട്ടും. പിന്നെ ജാതിക്ക് നമ്മളീ പറഞ്ഞ നന കൊടുക്കുമ്പോൾ ഈ കമുകിനും നന കിട്ടും, കമുകിനും കാ കൂടും. അല്ലെങ്കിൽ തെങ്ങാണ് വെക്കുന്നത്, തെങ്ങിന് കാ കൂടും. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നമുക്ക് അവിടെ ഇവിടേക്ക് ഓരോ കൊക്കോയും വെച്ച് വിടാം. അത് കൂടുതലല്ല, വളരെ കുറച്ച്. അപ്പോൾ ചെറിയ തണലിൽ കായ്ക്കുന്നതാണ് കൊക്കോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലവിധ വരുമാനങ്ങൾ ഒരു പറമ്പിൽ നിന്ന് ഒരേ സമയത്ത് കിട്ടുമ്പോൾ കൃഷി ലാഭത്തിലാവും. പിന്നെ ഇതിനുണ്ടാകുന്ന രോഗങ്ങളെ പറ്റി പറഞ്ഞത്, രോഗങ്ങളെന്ന് പറഞ്ഞാൽ വർഷക്കാലത്ത് കുമിൾ രോഗം ഉണ്ടാകുന്നതിന് 1% ബോഡോ മിശ്രിതം ഇലയും തണ്ടും എല്ലാം കുളിപ്പിച്ചടിക്കണം. ഇലയും തണ്ടേക്കടെ എല്ലാം പറഞ്ഞാൽ ഈ തണ്ടിൽ കൂടിയാണ് കുമിൾ രോഗം ഉണ്ടാകുന്നത്. ആദ്യം തണ്ടിൻ്റെ ഈ തൊലി അഴുകലാണ്. ഈ ശിഖരങ്ങളുടെ തൊലി അഴുകിയിട്ടാണ് അവിടെ വെച്ച് പിന്നെ ഉണങ്ങിപ്പോവും. അപ്പോൾ ആ ഇലയും തണ്ടും എല്ലാം നന്നായിട്ട് മരുന്ന് പറ്റുന്ന രീതിയിൽ 1% ബോഡോ മിശ്രിതം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതല്ല എങ്കിൽ ബോഡോ മിശ്രിതം ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമുണ്ട്. ഇതിന് പകരമുള്ള COC കോപ്പർ ഓക്സി ക്ലോറൈഡ്, അത് 1 ലിറ്ററിന് 3 ഗ്രാം പൊടി വീതം കലക്കി 100 ലിറ്ററിലേക്ക് 300 ഗ്രാം പൊടി കലക്കിയിട്ട് നന്നായിട്ട് ഇലയും തണ്ടും എല്ലാം കുളുക്കി അടിച്ചു കൊടുക്കുക. പിന്നെ മറ്റൊരു മരുന്നുണ്ട് സാഫ് എന്ന് പറഞ്ഞൊരു മരുന്ന്. സാഫ് അതും ഫംഗസൈഡാണ്. അപ്പോൾ അത് അടിക്കുവാണെങ്കിൽ തൊലിക്ക് അകത്തുള്ളതും പുറമേ ഉള്ള രോഗങ്ങളെ കൂടെ മാറ്റും. അപ്പോൾ ഇത് ഈ കുമിൾനാശിനി അടിക്കുമ്പോൾ ഒരു മരുന്ന് തന്നെ സ്ഥിരം അടിക്കരുത്. ഒരു 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ 3ാമത് പിന്നെ വേറൊരു അതിനെ അടിക്കണം. COC അടിച്ചു 2 പ്രാവശ്യം, അത് കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ സാഫ് അടിക്കണം. അങ്ങനെ മാറി അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജാതിക്ക് രോഗങ്ങൾ കുറയും.
അത് മഴക്കാലം തുടങ്ങുന്നതിന് ഇപ്പോൾ മെയ് മാസം ഒരു 15-ന് ശേഷമാണ് ഈ കുമിൾനാശിനി ആദ്യത്തെ അടി അടിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ജൂലൈ മാസത്തിൽ നല്ല തോർച്ച കിട്ടുമ്പോൾ ഒന്ന് അടിക്കണം. പിന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ 3 പ്രാവശ്യം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ജാതിക്ക് രോഗങ്ങൾ കുറയും. ആ കുമിൾനാശിനി അടിച്ചാൽ രോഗങ്ങൾ വളരെയധികം കുറയും. അത് വളരെ നല്ലതായിരിക്കും. ഇനി വളപ്രയോഗത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വളപ്രയോഗം ഞങ്ങൾ പറഞ്ഞ പണ്ടൊക്കെ എല്ലുപൊടിയുടെ കഥയൊക്കെ ആൾക്കാർ പറയും. ഇപ്പോൾ ഞാൻ എല്ലുപൊടിയുടെ കാര്യം ഞാൻ പറയാറില്ല ആരോടും. കാരണം എല്ലുപൊടിയിൽ ഒത്തിരി കൃത്രിമങ്ങൾ പലതും ചെയ്യുന്നുണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലുപൊടി ഇടാൻ ഞാൻ പറയുന്നില്ല. അറിയാവുന്ന നമുക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ ലോക്കൽ എല്ലുപൊടിയൊക്കെ കിട്ടുമെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ ഇടേണ്ടത് ചാണകപ്പൊടി കുഴിയിൽ ഒരു 2 പാട്ട അല്ലെങ്കിൽ 3 പാട്ട ചാണകപ്പൊടി വരെ ഇടാം. അല്ലെങ്കിൽ ഒരു 5 കിലോ കോഴിക്കാഷ്ടവും ഒരു 2 പാട്ട ചാണകപ്പൊടി എല്ലാം കൂടെ കുഴിക്കകത്തിട്ട് 4 വശം ഇടിച്ചിട്ട് കുഴി മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് നടുക്ക് വെള്ളക്കുഴി ഇട്ട് അതിൽ തൈ നട്ടാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം പച്ചച്ചാണാനും കടലപ്പിണ്ണാക്കും കലക്കി ഒഴിക്കാൻ നല്ല പുളിപ്പിക്കാതെ കലക്കി അന്ന് തന്നെ ഓരോ തടത്തിലും ഒരു 10 ലിറ്റർ വീതം. അപ്പോൾ കലക്കുന്നത് കടുപ്പം കുറച്ച് മതി. ഒരു 200 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വീപ്പയിൽ ഒരു 20 കിലോ പച്ചച്ചാണകം, ഉദ്ദേശം ഒരു 20 കിലോ, ഒരു 2 കിലോ കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കെന്ന് ചിലർ പറയും, ഇവിടെ കടലപ്പിണ്ണാക്കെന്ന് പറയും, പിന്നെ 2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയും സാധനങ്ങൾ നല്ലതുപോലെ കലക്കി ഒരു 10 പിന്നെ അതിനകത്തൊരു കാര്യം കൂടി ചേർക്കാം. ഒരു 1/2 കിലോ കോംപ്ലക്സ് വെള്ളം കൂടി ചേർക്കാം, NPK 1/2 കിലോ. അതും കൂടി പറഞ്ഞു. അപ്പോൾ 20 കിലോ പച്ചച്ചാണൻ, 2 കിലോ കടലപ്പിണ്ണാക്ക്, 2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോ ഈ കോംപ്ലക്സ് വെള്ളം. ഇത് 200 ലിറ്റർ 220 ലിറ്റർ കൊള്ളുന്ന വീപ്പയിൽ നന്നായിട്ട് കലക്കി ഓരോ തടത്തിലും 10 ലിറ്റർ വെച്ച് വെച്ചുകൊണ്ട് ജാതിക്ക്. അപ്പോൾ ഒരു 20 മരത്തിന് ഒഴിക്കാനുള്ള കിട്ടും. ഇപ്പോൾ തൈ നട്ട് അടയുകയാണെങ്കിൽ 5 ലിറ്റർ വെച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് അത്രയും കൂടെ എണ്ണം കൂടുതൽ ഒഴിക്കാൻ പറ്റും. പിന്നെ മിച്ചം ഉണ്ടെങ്കിൽ പച്ചക്കറിക്കെല്ലാം ഈ വളം തന്നെ ചെയ്താൽ മതി. ഇത് തന്നെ ചെയ്താൽ പച്ചക്കറിക്ക് ആഴ്ച ചെയ്യണം. ഇതാകുമ്പോൾ 1 മാസം 1.5-2 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ പച്ചക്കറിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ പച്ചക്കറിയൊക്കെയാണ് തഴച്ചു വളരെ ഇഷ്ടം പോലെ കായുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും സമയം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന ഈ തോട്ടം, ഇത് അടിമാലിക്കടുത്ത് വെള്ളത്തോല് വില്ലേജിൽ മാൻകടവ് ഒരു പുരാതനമായ ഒരു ദേവീക്ഷേത്രമുണ്ട് ഇവിടെ. ആ മാൻകടവ് ദേവീക്ഷേത്രത്തോട് ചേർന്നുള്ളതാണ് നമ്മുടെ ഈ ഫാം. അപ്പോൾ ഇതിനകത്താണ് ഈ മൾട്ടി റൂട്ട് ലോങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ ജാതി കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 1300 ജാതി മരം കായ്ച്ചതുണ്ട്. ഈ കായ്ച്ച മരങ്ങളുടെയൊക്കെ തലമുറിച്ച ബഡ് ചെയ്യുന്ന അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇത് ബഡ് കമ്പെടുത്ത് ബഡ് ചെയ്യുന്ന 10,000 തൈ വേറെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അടിമാലി ടൗണുമായിട്ട് അടുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി പോകുന്ന അങ്ങോട്ടാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ അവിടെ 10,000 തൈകളിങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന രീതികൾ മൾട്ടി റൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മദർ പ്ലാന്റ് അവിടെയുണ്ട് കുറേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്നുകൂടെ കാണാം. അതോടൊപ്പം തന്നെ ഈ യുവാക്കളായിട്ടുള്ള ഒരുപിടി പേര് ഈ കൃഷി രംഗത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ കൃഷി രംഗത്തോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഉൽപ്പാദനക്ഷമത കൂടി ഇന്ന് ഈ പറഞ്ഞതുപോലെ നല്ല ഉൽപ്പാദനക്ഷമതയുള്ള വിത്തിനങ്ങളെ കൃഷി ചെയ്യാവുള്ളൂ. അങ്ങനെ കൃഷി ചെയ്താലുള്ള ഗുണം, ഉൽപ്പാദനം കൂടുമ്പോൾ അവർക്ക് വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ മറ്റ് യുവാക്കൾക്കും എല്ലാ അയൽവാസികൾക്കാണേലും കൃഷി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ വേണം കൃഷി ചെയ്യാൻ. എന്തെങ്കിലും കണ്ണി കാണുന്ന കുറേ മേടിച്ച് കുറേ വില കുറഞ്ഞ കുറേ സാധനം കിട്ടി മേടിച്ചുകൊണ്ട് നട്ടിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. കണ്ട് ബോധ്യപ്പെട്ട് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എവിടെ ചെന്നാലും ഒരു ദിവസം ഒന്ന് വണ്ടിക്കൂലി കൊടുത്ത് ഒരു ബസ്സിനാണ് പോയിട്ടാണെങ്കിൽ പോലും ഇതെല്ലാം ഒന്ന് കണ്ട് മദർ പ്ലാന്റ് കാണണം. ഇതെങ്ങനെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയണം. ഇത് പരസ്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് എടുക്കാവുന്ന കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ നഴ്സറിയോടൊക്കെ കണ്ടു ഇനി നമുക്ക് അവിടെ ഫാമിലി വന്ന് അതൊന്ന് കാണിക്കും. ഗോപിച്ചേട്ടാ, നമ്മുടെ അടിമാലിലുള്ള നഴ്സറിയിൽ വന്നു. അപ്പോൾ ഈ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ ജാതി തൈകളിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ മൾട്ടി റൂട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ തോട്ടത്തിൽ വെച്ച് തന്നെ പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് സാധാരണ കർഷകർക്കൊക്കെ വേണ്ടിയിട്ടും മനസ്സിലാവുന്ന രീതിയിൽ ഇതിൻ്റെ തൈകൾ എത്ര വർഷം പ്രായമുള്ളത് മുതലാണ് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന തൈ എന്ന് പറഞ്ഞാൽ 2 വർഷം പ്രായമുള്ള തയ്യലാണ് ബഡ് ചെയ്യുന്നത്. മിനിമം ബഡ് ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ബഡ് ചെയ്താലും ഒരു 2.5 വർഷം 3-ാം വർഷമാണ് ഒരു തൈ വിൽക്കാൻ പറ്റുന്നത്. അത്രയും സമയം വേണം ഈ മൾട്ടി റൂട്ട് ജാതി തൈ ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട്. പിന്നെയുള്ളത് ഇതിൻ്റെ വലിയ മൾട്ടി റൂട്ടിൻ്റെ വലിയ തൈകളാണ്. അത് 4 വർഷം വരെ പ്രായമുള്ള തയ്യലാണ് ബഡ് ചെയ്യുന്നത്. അതിൻ്റെ അടിത്തട്ടയിൽ ആൺപൂക്കൾ കിട്ടാൻ വേണ്ടി ഒരു 3 അടി 4 അടി 5 അടി വരെ ഉയരത്തിൽ ബഡ് ചെയ്ത് മുളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അടിത്തട്ടയിൽ ആൺപൂക്കൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ പോളിനേഷൻ ആ ഒറ്റ മരത്തിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന തൈ എന്ന് പറഞ്ഞാൽ ഒരു തട്ട് ബഡേന്ന് മുളച്ച് ഒരു സ്റ്റെപ്പ് മുതൽ ഒരു 6 അടി പൊക്കം വരെയുള്ള
തൈകൾ കൊടുക്കുന്നുണ്ട്. അതിന് പല സ്റ്റേജിലും പല വിലയായിരിക്കും. പക്ഷേ ഈ തൈകൾക്ക് അല്പം വില കൂടുതൽ വരും. കാരണം അതിൻ്റെ ഉൽപ്പാദന ചെലവ് മാത്രമല്ല, ഉൽപ്പാദന ചെലവ് കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബഡ് കമ്പ് കിട്ടാനില്ല. ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി ജാതി. അത് ഈ ഇടുക്കി ജില്ലയുടെ തന്നെ ഒരു സ്പെഷ്യൽ ജാതി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സേലം മാങ്ങ പോലെ വലിയ നീളം കൂടിയ വലിയ കായും പത്രികയാണ്. അതിനാണ് മൾട്ടി റൂട്ട് ലോങ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നീളം കൂടി കായ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിന് ആണ് ഈ പറഞ്ഞ പോലെ അതിന് പിന്നെ മൾട്ടി റൂട്ട് ആയതുകൊണ്ട് ഇതിന് പ്രതിരോധ ശേഷി കിട്ടും, വളർച്ച കിട്ടും, കായ്ഫലം കിട്ടും, കായ്ഫലം കൂടും, ആയുസ് കൂടും. ഈ ഒരു വെറൈറ്റി ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും ഒരേ റിസൾട്ട് തരുമോ? എല്ലായിടത്തും കായ്ക്കും. ജാതി പിടിക്കുന്ന ഏത് സ്ഥലത്തും ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു പത്രിയാണേലും വലിയ പത്രിയാണ്, വലിയ കായാണ്. അത് ഞാൻ വലിയ കായും പത്രി ഇപ്പം വിളവെടുത്ത് ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ മൾട്ടി റൂട്ടിൽ ചെയ്തിരിക്കുന്നത് ലോങ് ആണെന്ന് പറഞ്ഞല്ലോ. അതെ, അതുപോലെ തന്നെ മറ്റ് വെറൈറ്റികൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ? മൾട്ടി റൂട്ടിൽ ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ ഈ ഒരു വെറൈറ്റി ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല, ഏറ്റവും കൂടുതൽ ഫ്ലവറായിട്ട് പത്രി കിട്ടുന്നതാണ് ഈ മൾട്ടി റൂട്ട് ലോങ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബഡ് കമ്പ് നേരത്തെ കൂടുതലില്ലാത്തതുകൊണ്ടായിരുന്നു മറ്റ് പല വെറൈറ്റി ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബഡ് കമ്പിന് മദർ പ്ലാന്റ് ഞങ്ങൾ പരമാവധി ഏരിയ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് ബഡ് ചെയ്യാനുള്ള കമ്പ് ഞങ്ങളുടെ ഒരു 10-12 ഏക്കർ സ്ഥലത്തു നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആയിരക്കണക്കിന് തൈ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഒറ്റ വെറൈറ്റിയാണ്. ഇപ്പോൾ 12 ഏക്കർ കൂടി ഇതുപോലെ മദർ പ്ലാന്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സുലഭമാണ്. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ തൈ ഉണ്ടാക്കാനുള്ള, ഞങ്ങളുടെ ആവശ്യത്തിന് തൈ ഉണ്ടാക്കാനുള്ള മദർ പ്ലാന്റ് ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ വിതരണം എങ്ങനെയാണ്? നമുക്ക് ഇവിടെ തന്നെ വന്നെടുക്കണോ? എല്ലാവരും നേരിട്ട് വന്ന് എടുക്കുക. നേരിട്ട് ഞങ്ങൾ കൊണ്ടുപോയി സപ്ലൈ ഇല്ല. കാരണം ജാതിന്ന് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്ത് സാധനമൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് എടുക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഞാൻ മദർ പ്ലാന്റും ഇതെല്ലാം വന്ന് കായ്ച്ചു കിടക്കുക, ആയ പത്രി ഞാനീ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊക്കെ നേരിട്ട് ഒന്ന് കണ്ട് പരിശോധിക്കാമല്ലോ വരുന്ന കൃഷിക്കാർക്ക്. ഞാൻ പലരോടും പറയാൻ എന്നെ വിളിച്ച് ചോദിക്കും, തൈ അയച്ചു കൊടുക്കാമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ് അയച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയണത് നിങ്ങൾ ജാതി തലമുറകൾ നിൽക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നിങ്ങൾ നേരിട്ടൊന്ന് കണ്ട് പരിശോധിച്ചിട്ട് എടുക്കുന്നതല്ലേ നല്ലത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ വണ്ടി വിളിച്ച് പോരുമ്പോൾ ഞാൻ വണ്ടി വിളിച്ച് വരണ്ട, നിങ്ങളൊരു ബസ്സിന് പോരെ. അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് താഴെയാണ്. നിങ്ങളിവിടെ വന്നിട്ട് ഇറങ്ങി വന്ന് ഈ തോട്ടമെല്ലാം കണ്ട് തയ്യം കണ്ട് കായും പത്രികയും എല്ലാം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട എടുക്കുക, അല്ലെങ്കിൽ അടുത്ത ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകാം. അഥവാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏത് തരം തൈ കൊണ്ടാണുള്ള വണ്ടിയും അടിമാലി കിട്ടും. ലോറിയോ ജീപ്പോ എന്ത് സാധനം വേണേലും. അതൊക്കെ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ വിളിച്ചു കൊണ്ടിരിക്കാൻ ചിലപ്പോൾ അല്പം പൈസ കുറച്ച് കിട്ടും ഇവിടുന്ന് വണ്ടി വിളിച്ചാൽ. അങ്ങനെയുള്ള ഗുണം കൂടെ ഉണ്ട്. ചേട്ടാ, നമുക്ക് നമ്മുടെ 12 ഏക്കറും നമ്മുടെ നഴ്സറി 4 ഏക്കറും മൊത്തം 14 ഏക്കർ വരും. മൊത്തം നടന്നു രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തുടങ്ങിയതാണ്. അതെ. ഓക്കെ, ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇരുട്ടായി തുടങ്ങി. അതെ, മയങ്ങി തുടങ്ങി. റിസൾട്ട് കൂടെ ഒന്ന് കണ്ട്. അതെ. ഇതിൻ്റെ ഈ ജാതി പത്രി ഞങ്ങളാ പറയുന്നുണ്ടല്ലോ, മൾട്ടി റൂട്ട് ലോങ് എന്ന് പറഞ്ഞ ആ ജാതിയുടെ കാ ഊരി എടുത്തിട്ട് ഉള്ള പത്രിയാണിത്. അപ്പോൾ ഈ പത്രിയാണ് ഫ്ലവർ എന്ന് പറയുന്നത്. ജാതി പത്രിയുടെ ഫ്ലവർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ പത്രിയുള്ള ജാതിയാണ് നമ്മളിവിടെ ഈ ബഡ് ചെയ്ത് കൊടുക്കുന്നത് മുഴുവൻ. മൾട്ടി റൂട്ട് ലോങ് എന്ന് പറയുന്നതിൻ്റെ വെറൈറ്റി. അതിൻ്റെ കാ കാണിച്ചു തരാം. കാ തൊണ്ടോട് കൂടിയുള്ളതാണ്. ഇത് കണ്ടോ, ഇതേ തൊണ്ടോട് കൂടി ഇതാണ്ട പഴുത്ത പൊട്ടി വരുന്നതുണ്ടോ കായേ. ഇതുണ്ട് അതിൻ്റെ പത്രി എന്ന് പറഞ്ഞാൽ തിക്കാ പത്രി. ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ തിക്കായിട്ട് ഫുള്ളായിട്ട് പത്രിയുള്ളതാണ്. അതാണ് ഈ മൾട്ടി റൂട്ടിൻ്റെ ഈ ജാതിയുടെ പ്രത്യേകത. ഇത് ഇതുണ്ട്. ഇതിൻ്റെ കാവാണ് പൊട്ടിച്ച് ഇതിൻ്റെ പത്രിയും എടുക്കാം. ഇത് കണ്ടോ, നല്ല പത്രി ഇതാണ്. ഇതുപോലെയല്ല പത്രി. ഒരു കുറച്ചുകൂടെ വേണമെങ്കിൽ ഇളക്കി എടുക്കാം. ഇത് കുറച്ചുകൂടെ എടുക്കാം. ഇതുണ്ടോ, ഇത് ഇതുണ്ട് അതിൻ്റെ പത്രം. കാണുന്നില്ലേ? ഇതുണ്ട് എങ്ങനെ ഇതുണ്ട്. ഇതുണ്ട് പത്രി. ഇത് തൊണ്ട് വിട്ട് തൊണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് എൻ്റെ തള്ളി നിൽക്കും ഇങ്ങനെ. കണ്ടോ, അതാണ് എൻ്റെ ജാതിയുടെ എല്ലാം ഒന്നൊക്കൊന്ന് മെച്ചമാണതേ. അതുകൊണ്ടാണിത് പറയണത്. ആ ഫ്ലവറ്
ആ ഏ ഓക്കെ ഓക്കെ. വേണ്ട നല്ല സൈസും. നല്ല സൈസുമാണ്. പത്രയും നല്ലതാണ്. അതിന് കായും അതുപോലെ വല്ല. ഇതാണ് പത്രയുടെ 300 325 പത്രയും മതി ഒരു കിലോയ്ക്ക്. ഈ കായാണെങ്കിൽ 70 മുതൽ 80 കാ മതി ഒരു കിലോയ്ക്ക്. അതെ, ഈ കായം കൂടെ വേണം ജസ്റ്റ് ഒന്ന് കണ്ടോ. ഈ കായ് ജാതി കായ് അങ്ങനെ കാണിച്ചേക്കാം. കണ്ടോ ജാതി കായ്. ഇതൊരു 70 മുതൽ 80 കായ്ക്ക് ഒരു കിലോയാണ്. ആ നല്ല ഇതാണ് വലിപ്പേ. കണ്ടല്ലേ. മറ്റെല്ലാ ജാതി ബഡിങ്ങിൽ നിന്നും മാറിയിട്ട് ലോങ് മാത്രമാണല്ലോ. ഈ ലോങ് മാത്രമൊക്കെ കാരണം അതാണ്. വലിയ കായും അതിൻ്റെ ജംബോ കായ്, ജംബോ പത്രി. പിന്നെ ഇതിൻ്റെ കായ്ക്ക് വില കൂടുതൽ കിട്ടും, പത്രിക്കും വില കൂടുതൽ കിട്ടും. അപ്പോൾ കൃഷിക്കാർക്ക് അത് ലാഭകരമാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ആ വെറൈറ്റി ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വരുന്ന കർഷകർക്കെല്ലാം ഇത് കണ്ട് മനസ്സിലാക്കാമല്ലോ. ഗോചേട്ടാ ഒരുപാട് നന്ദി. ഇത്രയും രാവിലോട്ട് നമ്മുടെ കൂടെ തന്ന് ഇത്രയും. അത് കുഴപ്പമില്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരേപോലെ തന്നെയാണുള്ളത്. അത് ഒരു ബുദ്ധിമുട്ടല്ല. അത് മറ്റ് കർഷകർക്കും കൂടെ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ചെയ്ത് കാണിക്കുന്നത്. ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തോട്ടം കാണാൻ സാധിക്കും. അതെ അതെ അതെ, അതാണ്. നമുക്ക് മാക്സിമം നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ കണ്ടു എല്ലായിടത്തും നമുക്ക് എത്തിപ്പോയി കാണാം. അല്ല, പരമാവധി ആളുകളെ കാണിച്ചു കൊടുക്കുക എന്നുള്ള. കണ്ടു കഴിയുമ്പോഴാണല്ലോ കൃഷിയോട് താല്പര്യം ഉണ്ടാവണേ. അപ്പോൾ ഇത് ചേട്ടൻ്റെ ഈ ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ തന്നെ ആളുകൾ ഇനി ഇൻട്രസ്റ്റ് കാണിച്ചാൽ അതെ അതെ. അല്ല, വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര കൃഷിയാണല്ലോ. വരുന്നവർക്ക് കാണാം. അതിപ്പോൾ നട്ട് 2-2.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ പോലും അത്യാവശ്യം കായ ഉണ്ട് അതിൽ. 12 ഏക്കർ ഒന്ന് ചുറ്റി കണ്ട്. അതെ അതെ അതെ, സാറ്റിസ്ഫൈ ആയിട്ട് വൈകുന്നേരം മേടിച്ച് പോവാം. അതെ, അത് തൈ വേണമെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം. അവിടെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ. അല്ല, ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടോ കായ്ച്ചത്. അപ്പോൾ ഒരുപാട് നന്ദി. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തല്ലോ. ആയിക്കോട്ടെ. ഓക്കെ, ശരി.